അങ്ങനെ ശബരിമലയിലെ തിരക്ക് ഒടുവിൽ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ആശ്വാസകരമാണ്. അപകടകരമാകുന്ന അവസ്ഥയിലൂടെയായിരുന്നു ഇന്നലെ ഉച്ചയോടെ സന്നിധാനം കടന്നുപോയത്. ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു കാണും. എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് NTRF സംഘം സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും മണിക്കൂറുകൾ വരുന്നതിനാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘം കൂടി ഉടൻ സന്നിധാനത്തേക്ക് എത്തും. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നതിന് ഇന്നും നിയന്ത്രണമുണ്ട്. ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിന് ആനുപാതികമായി മാത്രമാണ് പമ്പയിലേക്ക് നിലയ്ക്കൽ നിന്നുള്ള യാത്രാനുമതി. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറും മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ, മിഥുൻ മുരളി, എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് ആശ്വാസം നൽകുന്നതാണെന്ന് തന്നെ പറയാം. എന്തായാലും ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം എന്തൊക്കെ ക്രമീകരണങ്ങൾ, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ശബരിമലയിൽ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്? മിഥുൻ, അരുൺ. തീർച്ചയായും വലിയൊരു അപകടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ കടമെടുത്താൽ ഭയാനകമാകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു സന്നിധാനം ഉണ്ടായിരുന്നത്. തിരക്ക് നിയന്ത്രണങ്ങൾ അപ്പാടെ പാളുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അറിയത്തില്ലാത്ത മണിക്കൂറുകളായിരുന്നു കടന്നു പോയിരുന്നത്. നിലവിൽ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ആ തിരക്ക് കൃത്യമായി തന്നെ പമ്പയിലും നിലയ്ക്കലും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയ തിരക്ക് നിയന്ത്രിച്ചു എന്നതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു ഈ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ആ ഒരു തിരക്കിന് നേരിയ ഒരു കുറവ് സന്നിധാനത്ത് ഈ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് തിരക്കുണ്ട്, മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ അപകടകരമാകുന്ന ആ സാഹചര്യത്തിൽ നിന്നും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ തിരക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്കായിരുന്നു ഇന്നലെ കാര്യങ്ങൾ. കൈവിട്ടു പോയി എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയുള്ള ആ സമയം. ഭക്തജനങ്ങൾ ബാരിക്കേഡിന്റെ മുകളിൽ കൂടെ കയറി 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുന്ന ഭയാനകമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നലെ ഉച്ചയ്ക്ക് സംഭവിച്ചത്. പക്ഷേ വൈകിട്ടോടുകൂടി തിരക്ക് നിയന്ത്രണ വിധേയമായി. അപ്പോഴും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടത്തും ശരംകുത്തിയിലും പമ്പയിലുമെല്ലാം വലിയ തിരക്ക്. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ഭക്തജനങ്ങൾ മല കയറിയെത്തും. നിലയ്ക്കലും പമ്പയിലും ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടത്താവളങ്ങളിൽ ഭക്തജനങ്ങൾക്ക് തിരക്കുണ്ടാകും. ഭക്തജനങ്ങളെ ഒക്കെ അവിടെ കാത്തു നിൽക്കേണ്ടി വരും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നിലയ്ക്കൽ മുതലുള്ള ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി പോലീസ് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നടപടി. എല്ലാ സമയങ്ങളിലും ഇത് തന്നെയാണ്. കഴിഞ്ഞ മണ്ഡലകാലത്തും അതിനു മുമ്പും ഒക്കെ തന്നെ ഈ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെ അങ്ങ് പമ്പയിലും നിലയ്ക്കലും ഒക്കെ തന്നെ തീർത്ഥാടകരെ വടം കെട്ടി തടയുന്ന ഒരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് ശാസ്ത്രീയമായി തന്നെ ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ക്രമീകരണം ഒരുക്കായിരുന്നു. പ്രത്യേകിച്ച് ബേസ് ക്യാമ്പായ നിലയ്ക്കൽ കൃത്യമായ രീതിയിലുള്ള ഫെസിലിറ്റീസ്, അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അത് കൃത്യമായി തന്നെ നൽകിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്നത് നിലയ്ക്കൽ വാഹനങ്ങൾ തടഞ്ഞിടുകയാണെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യം എന്ത് എന്നുള്ളത് 10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്നും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കാതെ തീർത്ഥാടകരെ ഇങ്ങനെ ശരണപാതയിലൊക്കെ തടഞ്ഞിടുന്ന ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പത്തനംതിട്ടയിലെ ഇടത്താവളങ്ങളാണെങ്കിലും എരുമേലി ആണെങ്കിലും നിലയ്ക്കലാണെങ്കിലും പമ്പയിലാണെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഇനിയുള്ള ഘട്ടത്തിലും ഭക്തജനങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഭക്തജനങ്ങൾക്ക് ഇനി കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരിക. അപ്പോൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇടത്താവളങ്ങളിൽ ക്രമീകരിച്ചാൽ മാത്രമേ ബുദ്ധിമുട്ട് കൂടാതെ ആ ഇടങ്ങളിൽ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കൃത്യമായ ക്രമീകരണം അനുഭവിച്ചതുമാണ്. അപ്പോൾ അതാണ് ഇനിയൊരു ആശങ്കയുണ്ടാക്കുന്ന വിഷയം. സന്നിധാനത്ത് തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിൽ വരുന്നു. ഇനി NDRF സംഘം കൂടി എത്തുമ്പോൾ തിരക്ക് ഈ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കാനിരിക്കുകയാണ്. മണ്ഡലപൂജയ്ക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. അതിനുശേഷം മകരവിളക്കിനോടനുബന്ധിച്ച് ആ ഒരാഴ്ചയിൽ ഉണ്ടാകുന്ന തിരക്ക് അത് വലിയ രീതിയിലുള്ള തിരക്കായിരിക്കും. ആ ഒരു സമയത്ത് വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ടി വരും. തുടക്കത്തിൽ ഇത്തരത്തിൽ 1-2 ലക്ഷം തീർത്ഥാടകർ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന നാളുകളിലൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ എത്രത്തോളം വലിയ നിയന്ത്രണങ്ങൾ ഒരുക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. എന്തായാലും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും തുടക്കത്തിലുണ്ടാകുന്ന ആ പാളിച്ചകൾ അത് കൃത്യമായി തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ തന്നെ
ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിലൊക്കെ മലയാളികൾ കൂടുതലായിട്ട് എത്തുക 12 വിളക്കിന് ശേഷമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ വലിയൊരു പ്രവാഹവും ഉണ്ടാകും. തുടക്കത്തിൽ തന്നെ ഭക്തജന പ്രവാഹം ഉണ്ടായ ഒരു വർഷമാണിത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികൾ കുടിവെള്ളമായാലും പ്രാഥമിക സൗകര്യങ്ങളുടെ അപര്യാപ്തതകളായാലും അതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉൾപ്പെടെ മാധ്യമങ്ങൾ ജനം ടിവിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ? ഭയാനകമായ സാഹചര്യം ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഇന്നലത്തെ മണിക്കൂറുകൾ കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ മരക്കൂട്ടത്തായാലും ശർമ്മകുത്തിയിലായാലും താഴെ നടപ്പന്തലിലായാലും കുടിവെള്ളം കൃത്യമായി ലഭിക്കുന്നില്ല, അവരിലേക്ക് എത്തുന്നില്ല. നടപ്പന്തലിൽ പല ഭാഗങ്ങളിൽ നിൽക്കുന്ന വരികളിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല. ഒരു ഭാഗത്ത് മാത്രമാണ് കുടിവെള്ള വിതരണത്തിനുള്ള ആളുകൾ സജ്ജമായിരിക്കുന്നത്. ശുചിമുറി വൃത്തിയാക്കുന്നതിനുള്ള ആളുകളുടെ എണ്ണത്തിൽ അപര്യാപ്തതയുണ്ട്. ഇങ്ങനെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ സന്നിധാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി ആശങ്കയുണ്ടാക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഇനി വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ വലിയ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 18ാം പടി കയറ്റിവിടുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടോ? മിനിറ്റിൽ എത്ര പേരെയാണ് മിഥുൻ അവിടെ 18ാം പടി കയറ്റിവിടുന്നത്? 80നും 90നും ഇടയ്ക്ക് ഭക്തജനങ്ങളെ 18ാം പടി കയറ്റിവിട്ടാൽ മാത്രമേ ഉള്ളൂ ഭക്തജനങ്ങളുടെ ആ തിരക്ക് താഴെ നടപ്പന്തലിലും മറ്റും നിയന്ത്രണ വിധേയമാക്കി നിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥർ വേണം. പക്ഷേ ഇപ്പോൾ 40നും 50നും ഇടയ്ക്കായിരുന്നു ഇന്നലെ വരെ 18ാം പടി കയറ്റിവിട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് 60നും 70നും ഇടയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. 60 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് ഈ മണ്ഡലകാലം തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ തന്നെ പോകുന്നു. എന്തായാലും ഈ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ അത് കൃത്യമായി തന്നെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ പരിചയസമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇന്നലെ ചുമതലയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും 18ാം പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കൃത്യമായ വർധന ഉണ്ടായെങ്കിൽ മാത്രമേ ശബരിമലയിൽ ഉണ്ടാകുന്ന ഈ ഒരു തിരക്കിന് ഈ ഒരു പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാകൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സ്ഥിതിഗതികൾ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം അതുതന്നെയാണ് വലിയ പ്രശ്നമായി വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നത്. അശ്വതി, മിഥുനും അരുണുമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച്. രണ്ടുപേരും ശബരിമലയിലാണ്.